السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله بنعمته تتم الخيرات وتتحقق الصالحات. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. खुदी को कर बुलंद इतना कि हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है. बसारत खो गई लेकिन बसीरत तो सलामत है. मदीना हम न देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तकद्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന മഹല്ലിന്റെ വൈസ് പ്രസിഡന്റും ഇവിടുത്തെ കൗൺസിലറുമായ ഹസനാപ്പു അവറുകളെ, എനിക്കേറെ പ്രിയങ്കരനായ ഇതുപോലെയുള്ള നിരവധി സദസ്സുകൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന സയ്യിദ് OMS ഹാരിസ് തങ്ങൾ അവറുകളെ, നിങ്ങളുടെ മഹല്ലിലെ ഇമാം അഷ്റഫ് ഫൈസി, മഹല്ല് പ്രസിഡന്റ് അലിഹാജി, വേദിയിലുള്ള ഉസ്താദുമാർ, മഹല്ലിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വലിയ ത്യാഗം സഹിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽ ഒന്നായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ജില്ലയിൽ തന്നെ ഒട്ടനേകം മുഅ്മിനീങ്ങൾ അന്തി ഉറങ്ങുന്ന ഒരു ഖബർസ്ഥാനാണിത്. ഇവിടെയുള്ള എല്ലാ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ദോഷങ്ങളെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരട്ടെ. ഈ മജ്ലിസിൽ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും വർഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ള ഒരു കൗതുകം, ഇന്നലെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത് പാഴൂർ എന്ന ഗ്രാമത്തിലാണ് സംസാരിച്ചത്. ആ സംസാരം അവസാനിപ്പിച്ചത് കൃത്യം 9:40 ഇന്നലെ അവസാനിപ്പിച്ച സമയത്ത് തുടങ്ങുന്നു എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആമുഖമായി ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു പ്രഭാഷണം നാം ഇവിടെ നടത്തേണ്ടതില്ല. ഏതായാലും ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനത്തെ ദുആയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ നമുക്ക് പിരിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ റമളാനിന് കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ ശ്രമിക്കുന്നത് എങ്ങനെ നോമ്പുകാലത്ത് അവന്റെ ഇബാദത്തുകളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എത്ര വലിയ ഒരുക്കം, തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടി നമ്മൾ നടത്താറുണ്ട്. അതിന്റെ പന്തൽ, ഭക്ഷണം, ആളുകളെ ക്ഷണിക്കൽ, ഇങ്ങനെ തുടങ്ങി അതിന്റെ ആഭരണങ്ങൾ, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പാണ്, ഒരുക്കമാണ്, സജ്ജീകരണങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഇബാദത്തുകളുടെ ഒരു ഉത്സവകാലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, സാധാരണ ഇബാദത്തുകൾ, ആരാധനകളിലൊന്നും അങ്ങനെ നിമഗ്നരായി ജീവിക്കാത്തവർ പോലും കൂടുതലായി സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന റമളാൻ നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട് സമ്പൂർണമായ ഒരു ഒരുക്കം നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, അത് റമളാൻ എന്ന ആ മാസത്തിന് വേണ്ടി മാത്രമുള്ള തയ്യാറെടുപ്പല്ല. പിന്നെയോ, അത് ജീവിതത്തിനാകമാനമുള്ള തയ്യാറെടുപ്പാണ്. നോമ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെങ്കിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം എന്നതായിരിക്കുമല്ലോ കാര്യം. നോമ്പിന് വേണ്ടി നമ്മൾ തയ്യാറായി ഒരുങ്ങി ആ നോമ്പിലൂടെ ആർജിച്ചെടുക്കുന്ന തഖ്വ നമ്മളുടെ പിൽക്കാല ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള ഒരുക്കമാണ് നമ്മൾ ഇപ്പോഴേ നടത്തേണ്ടത്. സ്വാഭാവികമായും ജീവിതത്തിന്റെ പ്രയാണം ഇങ്ങനെ തുടരുമ്പോൾ നമ്മളുടെ മനസ്സുകളിൽ ചില ചിന്തകൾ വരികയും നമ്മളുടെ ആത്മാവിൽ പലപ്പോഴും പൊടിപിടിക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വീണ്ടും നാം അതിനെ ശുദ്ധീകരിച്ച് അടുത്ത റമളാനിലേക്ക് നമ്മൾ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ ഈ സദസ്സിൽ ഈമാനോടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന നമ്മളുടെയൊക്കെ ആത്മാവിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ നല്ല വിചാരങ്ങൾ നിലനിൽക്കുന്നത് ഇതുപോലെ റമളാനിന് വേണ്ടി നമ്മൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയും അത് ജീവിതത്തിലാകമാനം നമുക്ക് ഗുണപരമായി ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതിന് വലിയ തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുക എന്നത് തന്നെയാണ്. ദുനിയാവിൽ നമ്മൾ നേടുന്ന, ചെയ്യുന്ന എല്ലാ സംഗതികളും നശിക്കുന്നതാണല്ലോ.
കഠിനാധ്വാനം ചെയ്ത് വലിയ സമ്പത്ത് കരഗതമാക്കി. ഐഹിക ലോകത്തെ കുറിച്ച് പറയാറുള്ളത് തന്നെ നശ്വരം എന്നാണ്. നശ്വരമായ ലോകം, നശിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നൈമിഷികമാണ്. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെന്നും നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മകളാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അതൊരു പ്രധാന പോയിന്റാണ്. നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് മുഅ്മിൻ മാത്രമല്ല ചെയ്യുക, മാതാവിനെ വിശ്വാസികൾ മാത്രമല്ല സംരക്ഷിക്കുക, ദാനധർമ്മങ്ങൾ ഈമാനുള്ളവർ മാത്രമല്ല നൽകുക, പരസ്പരമുള്ള സഹായം വിശ്വാസികൾ മാത്രമല്ല ചെയ്യുക, അതെല്ലാവരും ചെയ്യും. ഏത് മനുഷ്യനും അത് ചെയ്തേക്കാം. പക്ഷേ വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നല്ലൊരു ജീവിതം നാം നൽകുമെന്നാണ് അല്ലാഹു പറയുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ഉദാത്തമായ നന്മകൾക്കനുസൃതമായി പരലോകത്ത് അവരുടെ പ്രതിഫലം നാം പൂർത്തിയായി നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക്, അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പരലോകത്തുള്ള നേട്ടങ്ങളും അവിടെയുള്ള സ്വർഗീയാനുഭവങ്ങളും മാത്രമല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലമായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. മറിച്ച് ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നല്ലൊരു ജീവിതം നാം നൽകും. ഐഹിക ലോകത്തവർക്ക് നല്ല ഒരു ജീവിതം നാം നൽകുമെന്ന് പറഞ്ഞാൽ സമാധാനപൂർണമായ ജീവിതം നാം നൽകും, സന്തോഷഭരിതമായ ജീവിതം നാം നൽകും, ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുവാനുള്ള അവസരം നാം നൽകും. അതായത് ഭൗതിക പ്രമത്തതയുടെ ആഹ്ലാദമല്ല, ഐഹിക ലോകത്ത് ധാരാളം സമ്പന്നത ലഭ്യമായതിന്റെ പേരിലുള്ള ആനന്ദമല്ല, മറിച്ച് ഉള്ളതിൽ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ. മഹാന്മാരായ ഉലമാ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിക്രിലും ഫിക്രിലുമായി പരലോകത്തിന് വേണ്ടിയുള്ള ഒരുക്കവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ആദരം നൽകുന്നതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോ പടച്ചവനെ, മരണാനന്തരം എനിക്കൊരു ജീവിതം വരാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നിസ്കരിക്കണം. അല്ലാഹുവേ, എനിക്ക് നാളെ മഹ്ശർ ഏകാന്തനായി നിൽക്കേണ്ടി വരുമല്ലോ, അവിടെയുള്ള ദാഹത്തെ ഞാൻ നേരിടേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അവൻ നോമ്പ് നോൽക്കാൻ സജ്ജനാകുന്നു. പടച്ച തമ്പുരാനെ, നാളെ നിന്റെ വിചാരണയുടെ വേളയിൽ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ, അവൻ ഹജ്ജ് ചെയ്യാൻ തയ്യാറാകുന്നു. ഇങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിന്ന് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ ആഖിറത്തിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് 3 കാര്യങ്ങൾ അല്ലാഹു ഐഹിക ലോകത്ത് ബഹുമാനമായി നൽകുന്നതാണ്. ഒന്നാമത്തെ ബഹുമാനം എന്താണ്? തഅ്ജീലുത് തൗബ, തൗബ വേഗത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലാഹു അയാൾക്ക് നൽകും. അയാൾ ഓർമ്മിക്കുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ ഇസ്തിഗ്ഫാർ ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഏതെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലും തിന്മകളോ സഹജമായി വന്നു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് മാപ്പ് തേടുന്നവർ
ആ പാപം അല്ലാഹു പൊറുക്കാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ അത് മുഴുവൻ അവൻ പൂർണ്ണമായും സ്വീകരിക്കും. ഒരിക്കലും അവൻ പിന്നിലേക്ക് വെക്കുകയില്ല. വേഗത്തിൽ അവന്റെ പാപങ്ങൾക്ക് അവൻ തൗബ ചെയ്ത് മുന്നോട്ട് പോകും. ആ മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ ബഹുമാനം എന്താണെന്നറിയോ? അന്നശാതു ഫിൽ ഇബാദ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വലിയ ഉന്മേഷവും ആവേശവും അവർക്കുണ്ടാകും. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഉന്മേഷമുണ്ടാവുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അവർക്ക് മടിയുണ്ടാവുകയില്ല. രാവിലെ അല്ലാഹുവിന് വേണ്ടി വുളൂ ചെയ്ത് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന കാര്യത്തിൽ അവർക്ക് വലിയ ആവേശമായിരിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ആവേശമായിരിക്കും. ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ വരുമ്പോ ആവേശത്തോടെ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവർ മുതിരുന്നതാണ്. അത് അല്ലാഹു അവർക്ക് നൽകുന്ന ബഹുമാനമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ ആയത്തിന്റെ വിശദീകരണമായി സൂചിപ്പിക്കുന്നത്. വൽ ഖനാഅ. ഐഹിക ലോകത്ത് അവന് നിശ്ചയിക്കപ്പെട്ടതിലെല്ലാം അവൻ സംതൃപ്തനായിരിക്കും. ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. തുച്ഛം വരുമാനമായിരിക്കും അവനുണ്ടാവുക. അവന്റെ മനസ്സിൽ കളങ്കമില്ല, ഭയമില്ല. പെയിന്റ് പണിക്ക് പോകുന്നയാളാണ്. പാലക്കാട് അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു കടയിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നയാളാണ്. ഒരു ബേജാറോ ടെൻഷനോ സങ്കടമോ അവന്റെ ജീവിതത്തിൽ വരുന്നില്ല. എന്താ കാര്യം? അവന് സംതൃപ്തിയുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഒരു വിഷമവും അവനില്ല. കിട്ടുന്നതിൽ അൽഹംദുലില്ലാഹ്. അവന്റെ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട് സംതൃപ്തിയോടെ ഇടപഴകാനും ആത്മാർത്ഥതയോടെ പെരുമാറുവാനും അവന് സാധ്യമാകുന്നുണ്ട്. മറ്റൊരു സങ്കടമോ ഭൗതിക ലോകത്തെ ഏതെങ്കിലും പ്രയാസമോ അവന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. ഇത് അല്ലാഹു ഐഹിക ലോകത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്ന ബഹുമാനമാണ്. ഇതൊന്നും ഇല്ലെങ്കിലോ അവൻ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. റമദാൻ വരുന്നു, മരണങ്ങളിൽ അവൻ പങ്കെടുക്കുന്നു, പല കാര്യങ്ങളും അവൻ ഇങ്ങനെ കാണുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നയാളാണെങ്കിലോ അവന്റെ മനസ്സിൽ ഇബാദത്തുകളുടെ പരിഗണനയില്ല. റമദാൻ വരുന്നുണ്ട്, അവന്റെ മനസ്സിൽ ആനന്ദമില്ല. വരുമ്പോ നോക്കാം, എല്ലാവരും നോമ്പ് നോൽക്കുന്നവരാണല്ലോ, ഞാനും നോൽക്കാം. ഇങ്ങനെയാണോ അവന്റെ മനസ്സിലുള്ളത്? മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ശിക്ഷിക്കുമെന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നെന്താണെന്നറിയോ? തൗബ ചെയ്യുവാൻ അവന് മനസ്സുണ്ടാവുകയില്ല. അവൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാറില്ല. പാപമോചനം അവൻ തേടാറില്ല. അല്ലാഹുവേ, ഞാൻ ഇന്ന കാര്യം പറഞ്ഞു പോയല്ലോ, നീ മാപ്പാക്കണേ. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാറില്ല. അവൻ ഇടികൂടിയവരുണ്ടാകും, തല്ലുകൂടിയവരുണ്ടാകും, അവൻ മനസ്സ് വിഷമിപ്പിച്ചവരുണ്ടാകും. അതൊന്നും അവന്റെ പരിഗണനയിലേ ഇല്ല. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രതികാരവാഞ്ചയാണ്. അവന്റെ മനസ്സിൽ മറ്റുള്ളവരെ തകർക്കുവാനുള്ള വിചാരങ്ങളും ചിന്തകളുമാണ്. തൗബ ചെയ്യാൻ അവസരമില്ലാതെ അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അവൻ മരണപ്പെടേണ്ടി വരുമെന്നത് അവന്റെ ശിക്ഷയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അൽ കസ്ലു ഫിൽ ഇബാദ. ഇബാദത്ത് ചെയ്യാൻ അവന് വലിയ മടിയാണ്. രാത്രിയിൽ ടറഫിൽ പോകാൻ അവൻ ആവേശമാണ്. 11 മണിക്കും 12 മണിക്കും 2 മണിക്കുമൊക്കെ പാലക്കാട് ടൗണിന്റെ ഭാഗങ്ങളിലുള്ള ടർഫിൽ അവൻ ആനന്ദത്തോടെ പോകുന്നുണ്ട്. മണിക്കൂറുകളോളം മൊബൈൽ ഫോണിലുള്ള റീൽസുകൾ കണ്ടവന്റെ ഉറക്കം അവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പ്രഭാതത്തിൽ അവന്റെ കണ്ണുകൾ മിഴിയുന്നില്ല, അവന്റെ മിഴി തുറക്കുന്നില്ല. രാത്രികാലങ്ങളിൽ കൂട്ടുകാരനോടൊത്ത് ബൈക്ക് എടുത്തിട്ട് അവൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഉറക്കം ഒഴിവാക്കാനും തമാശകൾ പറഞ്ഞിരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവന് വലിയ ഉന്മേഷമാണ്. എന്നാൽ ഒരല്പസമയം ഖുർആനോദാനോ യാസീനോദാനോ അവന്റെ മനസ്സനുവദിക്കുന്നില്ല. അൽ കസ്ലു ഫിൽ ഇബാദ. ഇബാദത്ത് ചെയ്യുവാനുള്ള മടി അല്ലാഹു അവന് നൽകുന്ന ശിക്ഷയാണ്. മൂന്നാമത്തെ കാര്യം ഏതാണ്? ഒരു കാര്യത്തിലും അവന് സംതൃപ്തി ഉണ്ടാവുകയില്ല.
എത്ര ധനം കിട്ടിയാലും അവനതിൽ മതി വരുന്നവനല്ല, അവനതിൽ ഒതുങ്ങുന്നവനല്ല. അവൻ കള്ളം പറയാൻ തയ്യാറാകും, അവൻ മറ്റുള്ളവരെ വഞ്ചിക്കാൻ തയ്യാറാകും. ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് എന്നും അവൻ ആത്മാർത്ഥമായ സംതൃപ്തിയോടെയുള്ള ഒരു ഇടപെടൽ നടത്താറില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ലോകത്തുള്ള ജീവിതത്തിന്റെ ആനന്ദം മാത്രം ആഗ്രഹിച്ച് ആഖിറം മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അത് ഐഹിക ലോകത്തുള്ള ശിക്ഷയാണ് എന്നാണ് മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് റമളാൻ നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാകണം. ആദ്യം പറഞ്ഞ 3 ബഹുമാനങ്ങൾ നേടാൻ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുവാനുള്ള ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളായി ഈ റമളാനിനെ കാണുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമുക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? നമ്മളുടെ മനസ്സിന്റെ വിചാരം എന്താകണം? നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിടുന്നവരാകണം. കേൾക്കണേ നിങ്ങൾ, നമ്മളുടെ കൽവുകൾ അള്ളാഹുവിനോട് ബന്ധിപ്പിച്ചതാകണം. അള്ളാഹുവിന്റെ ദിക്ർ, അവന്റെ സ്മരണ നമ്മിൽ പതിവാകുന്നതാവണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണേ, അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അള്ളാഹുവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയണം. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നമുക്ക് മനസ്സുഖം കണ്ടെത്താൻ കഴിയണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ എന്നോടും കൂടിയാണ് വസിയത്ത് ചെയ്യുന്നത്. ബറാഅത്ത് രാവിലെ ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ഈ ആസ്വാദനം, രസം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന വലിയ ചർച്ച എന്താണ്? 2-3 ചെറുപ്പക്കാരായ കുട്ടികളുടെ ആസ്വാദനാണ്. അവരാസ്വദിച്ചത് എന്തിലാ? മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ചിട്ടാണ്, അവന്റെ ശരീരം കോമ്പസ് കൊണ്ട് വരച്ച് രക്തമൊലിപ്പിച്ചിട്ടാണ്, അവനെ പ്രയാസപ്പെടുത്തിയിട്ടാണ്. ആ കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുമ്പോ അവന്റെ കണ്ണിലും വായയിലും മുറിവുകളിലും അവനെ വേദനിപ്പിക്കുന്ന ലോഷനുകൾ ഒഴിച്ചു കൊടുത്തിട്ടാണ്. അതൊരു ആസ്വാദനാണ്. ആസ്വാദനം പല രൂപത്തിലുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ സാഡിസ്റ്റ് എന്ന് പറയാറുണ്ട്. വളരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ആസ്വദിക്കുക ആസ്വാദനത്തിന്റെ ഒരു ശൈലിയാണ്. അള്ളാഹു നമ്മളുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു നമ്മളുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മക്കൾ നന്നാവണം എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ആ നന്മ എന്ന് പറഞ്ഞാൽ അവർ ക്രൂരന്മാരാകാതിരിക്കാനുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഞാനിപ്പോൾ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ലോകത്ത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അത് മനുഷ്യന്റെ ആസ്വാദനത്തിന്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു ആസ്വാദനല്ലേ? ഈ ഇരിക്കുന്നവരിൽ വളരെ അപൂർവ ആളുകൾ മാത്രമേ ആസ്വദിക്കാതെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവുള്ളൂ. അത്രയും ടെൻഷൻ, അത്രയും വേദന, അത്രയും വേവലാതി. അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വലിയ സങ്കടങ്ങളൊന്നും തരാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ആമീൻ പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും എന്നവൻ വാഗ്ദാനം ചെയ്ത രാവ് കൂടിയാണ്. അള്ളാഹു നമുക്ക് ആ ഉത്തരങ്ങളൊക്കെ നൽകട്ടെ. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. സങ്കടം തീരാത്ത മനസ്സ്, എന്തെങ്കിലും ഒരു ടെൻഷൻ കുടുങ്ങിയാൽ പിന്നെ അവസാനം എന്തിനായിരിക്കും അഭയം പ്രാപിക്കുക? എന്തിനാണ് ഞാൻ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നത്? നല്ല ഉറപ്പുള്ള ഒരു കയറ് കിട്ടുമോ എന്നായിരിക്കും ആലോചിക്കുക. ദൗർഭാഗ്യം അവരെ പിടികൂടിയാൽ ആ കയറിൽ അവരെ ആത്മാഹുതി ചെയ്യും. നമ്മൾ കാണാറില്ലേ? വെള്ളത്തിൽ ചാടി മരിക്കും, വിഷം കഴിച്ച് മരിക്കും. അവർക്കൊന്നും യഥാർത്ഥത്തിൽ ചിലപ്പോൾ ജീവിതം ആസ്വദിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ ഇരിക്കുന്നവരിൽ നമ്മൾ 100% തന്നെ പറയാം, ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ചിട്ടാണ്. ആ ഭക്ഷണം കഴിക്കൽ ഒരാസ്വാദനമാണ്. എല്ലാം ഇപ്പൊ നമ്മളുടെ ഈ സംസാരം, ഞാൻ ഈ സംസാരിക്കുന്നത്, നിങ്ങളിത് കേൾക്കുന്നത്, ഇതിനൊക്കെ ഒരു ആസ്വാദനം, ഒരു സുഖം, ഒരു ആനന്ദം. ഒരു പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ നമ്മൾ ഭൗതിക ലോകത്ത് സന്തോഷം കണ്ടെത്തുന്ന ഓരോന്നും ആസ്വാദനമാണ്, ആനന്ദമാണ്, നമ്മളുടെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരാസ്വാദനത്തിന്റെ തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ഉന്നതമായ പദവിയിലേക്ക് എത്താൻ സാധിച്ച ഒരാളായിട്ടല്ല നമ്മളിത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ
ഏതൊരു കാര്യം നിർബന്ധിതരായി നമ്മൾ ചെയ്യുമ്പോഴും അത് വളരെ മാനസികമായ പ്രയാസത്തോടെയും ഞാനത് ചെയ്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന ഒരു മാനസികാവസ്ഥയോടെ ആയിരിക്കും നമ്മളത് ചെയ്യാം. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നത്, പടച്ചോനെ നീ ശിക്ഷിക്കുമല്ലോ. ളുഹർ നിസ്കരിക്കണത്, പടച്ചോനെ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ. ഒരു ഭയം, ഒരു പേടി, വല്ലാത്ത ഒരു ഉൾക്കിടിലം. അതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല, അങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അതിന് സത്യത്തിൽ ആസ്വാദനം ഉണ്ടാകുമോ, ആനന്ദം ഉണ്ടാകുമോ? അങ്ങനെ നമ്മൾ റമളാനിൽ നോമ്പ് നോൽക്കുന്നതിന് എന്ത് സുഖം ഉണ്ടാവുക, എന്ത് ആനന്ദമാണ് ഉണ്ടാവുക? നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ട്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സവാബിനെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നു മുഅ്മിനീങ്ങളെ, നമ്മളുടെ ജീവിതത്തിലെ ആനന്ദമായി, ആസ്വാദനമായി, ആഹ്ലാദമായി ഈ ഇബാദത്തുകളെ കാണാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത്. ആ ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആസ്വാദനത്തോടെ ചെയ്യാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ നിങ്ങൾ ഉറക്കെ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബാ. എന്റെ ഒരടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനോട് വലിയ ഇഷ്ടമുള്ളയാളാകും. സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മഗ്രിബ് നിസ്കരിക്കൽ നിങ്ങളുടെ മേളിൽ നിർബന്ധമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയുണ്ടാവും. മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. നിങ്ങൾ ഇശാഇന്റെ ശേഷം നിസ്കരിക്കുമ്പോ, നിങ്ങൾ വിത്ർ നിസ്കരിക്കുമ്പോ, നിങ്ങൾ പരിശുദ്ധമായ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോ, അതൊക്കെ സുന്നത്തുകളാണ്. അള്ളാഹുവിനോട് വലിയ ഇഷ്ടമുള്ള ആളുകളല്ലേ, പടച്ചവനെ നീ എനിക്ക് കൂലി തരണം, നീ എനിക്ക് സവാബ് തരണം, നിന്റെ ഇഷ്ടം എനിക്ക് വേണം, എനിക്ക് നിന്നോടും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നീ ഇഷ്ടപ്പെടാൻ ആവശ്യമായ, നിന്റെ സംതൃപ്തിക്ക് ആവശ്യമായ കർമ്മങ്ങൾ ഇതാ റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫർള് ഏതായാലും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ധാരാളം സുന്നത്തുകൾ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിതമായ ജീവിതം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ മുഅ്മിനെ അത് ഹൃദയത്തിൽ അറിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദര സഹോദരി, ആ കാര്യങ്ങൾ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറിയാൽ അതിനർത്ഥം നമ്മൾ ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി ഇരിക്കണമെന്നല്ല, നമ്മളുടെ വീടിന്റെ അകത്ത് വാതിലടച്ചിരിക്കണമെന്നല്ല. നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ ഉദ്യോഗം വഹിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നമ്മളുടെ മേലിൽ നിശ്ചയിക്കപ്പെട്ട ഈ കർമ്മങ്ങൾക്കൊപ്പം നമ്മൾ അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ആ സുന്നത്തായ കാര്യങ്ങൾ കൂടെ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മനസ്സിന്റെ ആസ്വാദനം ഉണ്ടാവുക, ഇബാദത്തിൽ ഒരു മധുരം ഉണ്ടാവുക, ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു കൊതി ഉണ്ടാവുക. അത് മുഅ്മിനീങ്ങളെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ സത്യത്തിൽ നമ്മളുടെ ഇബാദത്തിന്റെ അടിസ്ഥാനം, അതിന്റെ അടിവേര് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിലാണ് നമ്മൾ ആ അനുഭവം കൂടുതലായി കരഗതമാക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിസ്കരിക്കാത്തവരെ പറ്റിയിട്ട് വർത്താനില്ല. നിസ്കരിക്കാത്തവൻ ഒരിക്കലും അവന് നോമ്പിന് വേണ്ടി ഒരുങ്ങാൻ കഴിയില്ല. ഞാൻ നിസ്കരിക്കാത്തവനെ പറ്റിയിട്ടല്ല പറയണത്, സുന്നത്ത് കൂടുതലായിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം നിസ്കരിക്കാത്തവരെങ്ങനെ ഈ മജ്‌ലിസിൽ വന്നിരിക്കും? ചിലപ്പോൾ ഉണ്ടാവും ദൗർഭാഗ്യവശാൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ ഒരു ജുമാനെ നിസ്കരിച്ചിട്ടില്ല. നിങ്ങളെന്താ ജുമാക്ക് എവിടെ കൂടിയത്? 1-2 വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ജുമാക്ക് മുമ്പ് പോയിട്ടില്ല. അതിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. ഇതിന് ജുമാക്ക് പോകാതിരിക്കാൻ. നിസ്കാരം ഉപേക്ഷിക്കുന്നവരോട് വർത്തമാനമേ ഇല്ല. അത് ഏറ്റവും വലിയ പാപമാണ്. അത് ജീവിതത്തിന്റെ നഷ്ടങ്ങളാണ്.
സഹോദരിമാരെ മനസ്സിലാക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഒരു വിഷയമാക്കാത്ത സ്വഭാവങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി വളർന്നു വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, ഒരു കല്യാണത്തിന് പോവുകയാണ്, ഒരു ടൂറ് പോവുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോവുകയാണ്. ചിന്തിച്ചു നോക്കിയേ, കല്യാണത്തിനുണ്ട് റിസപ്ഷൻ വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ. 5 മണിക്കാണ് മുമ്പ് തുടങ്ങുന്നത്. എങ്ങനെ ഇപ്പൊ ഞാനൊരു 4:30 മണിക്ക് അവിടെ എത്താതിരിക്കുക? 4:30 മണിക്ക് അവിടെ എത്തി, 5 മണിയായി. മഗ്‌രിബ് ബാങ്ക് വിളിച്ചു, മഗ്‌രിബ് നിസ്കരിക്കുന്നില്ല. നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് എന്നെ അന്വേഷിക്കുന്നില്ല. അപ്പോഴാണ് കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബക്കാരൊക്കെ ഇങ്ങനെ വരുന്നത്. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അന്ന് മഗ്‌രിബില്ല. ആർക്ക് മഗ്‌രിബില്ല? കല്യാണത്തിന് പോയ നിങ്ങൾക്ക് മഗ്‌രിബില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനെ മഗ്‌രിബില്ല. നിസ്സാരം, അതൊന്നും ഒരു പരിഗണനയെ അല്ല. എങ്കിൽ ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഈ നിസ്കാരം നിലനിർത്തുന്നവരിൽ മാത്രമേ എല്ലാ വൃത്തികേടുകളെ തൊട്ടും എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ടുമുള്ള പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് എന്താ? അല്ലാത്തവരിങ്ങനെ ജീവിച്ചു പോകും. നിസ്കരിക്കുന്നുണ്ടോ? ഉമ്മമാരെ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കുന്നുണ്ടോ? ഉപ്പമാരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ ഉപദേശിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ മക്കൾ ലഹരിയുടെ അടിമകളാവുകയില്ല. നിങ്ങളുടെ മക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അപമാനം ഉണ്ടാക്കുന്ന മക്കളാവുകയില്ല, അപകടകാരികളായ മക്കളാവുകയില്ല. കാരണം നിസ്കരിക്കുന്ന സ്വഭാവമുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും ശിക്ഷണത്തിൽ ആ സ്വഭാവം അവരുടെ ജീവിതത്തിന്റെ സംസ്കാരമായി മാറിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ദുഷ്കൃത്യത്തിലേക്ക് നമ്മളുടെ മക്കൾ പോകുമെന്ന ലവലേശമുള്ള ഭയം നമുക്ക് വേണ്ട. വളരെ ഗൗരവമാണത്. ആ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിലോ, ഒരു സാന്ദർഭികമായിട്ടൊരു ഹദീസ് പറയുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. നിസ്കരിക്കാത്ത ഒരാൾ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ഉരുള അവനെ ശപിക്കുന്നതാണ്. മനുഷ്യ, നീ എന്റെ ഭക്ഷണം കഴിക്കുകയാണോ? നീ എന്നെ കഴിക്കുകയാണോ? അള്ളാഹു നിനക്ക് നൽകിയ റിസ്കല്ലയോ ഞാൻ? പക്ഷേ നീ ഒരിക്കലും അള്ളാഹു നൽകിയ, അള്ളാഹു നിന്റെ മേലിൽ ഏർപ്പാടാക്കിയ നിർബന്ധ ബാധ്യത നീ നിറവേറ്റുന്നില്ലല്ലോ. അവൻ വസ്ത്രം ധരിക്കുമ്പോ ആ വസ്ത്രം അവനെ ശപിക്കുന്നതാണ്. എന്താ മനുഷ്യ, അള്ളാഹു നിന്റെ മേല് നിർബന്ധമാക്കിയ ഫർള് നീ വീട്ടുന്നില്ല, എന്നിട്ട് നീ അവൻ നിനക്ക് നൽകിയ വസ്ത്രം ധരിക്കുകയാണല്ലേ. വീട്ടിൽ നിന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ആ വീട് അവനെ ശപിക്കുന്നതാണ്. നിസ്കരിക്കാതെ വീട്ടിൽ കഴിഞ്ഞ മനുഷ്യ, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണല്ലേ. നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്നെ അള്ളാഹു ശപിക്കട്ടെ എന്ന് മാത്രമല്ല, നിന്നെ അള്ളാഹു സുരക്ഷിതനായി ഈ വീട്ടിൽ തിരിച്ചെത്തിക്കാതിരിക്കട്ടെ എന്ന് ആ വീടവനെ ശപിച്ചുകൊണ്ട് പറയുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ആ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളമായി നിർവഹിച്ച് നമ്മൾ അതിൽ ആസ്വാദനം, സന്തോഷം അതിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നവരാകണം. മഹാനായ നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, എല്ലാവരും ഉറക്ക ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കള്ളിക്കാട് പള്ളിയുടെ മുമ്പിലുള്ള ഡോറ് പോലെയല്ല. സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ 500 വർഷക്കാലത്തെ വഴിദൂരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള 8 വാതിലുകൾ സ്വർഗത്തിനുണ്ട്. എന്തിനാണ് ആ 8 വാതിലുകൾ? അതിലുള്ള ഒരു വാതിൽ നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. അതിലുള്ള ഒരു വാതിൽ നോമ്പ് നോൽക്കുന്നവർക്കുള്ളതാണ്. ആ വാതിലിന്റെ പേര് റയ്യാൻ. ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. അതിലുള്ള മറ്റൊരു വാതിൽ സകാത്ത് കൊടുക്കുന്നവർക്കുള്ളതാണ്. അതിലുള്ള ഒരു വാതിൽ സ്വതക്ക കൊടുക്കുന്നവർക്കുള്ളതാണ്. അതിലുള്ള മറ്റൊരു വാതിൽ ജിഹാദിൽ പങ്കെടുക്കുന്നവർക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്.
അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഏത് വാതിലിലൂടെയാ പോവുക? കാരണം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഏത് വാതിലിലൂടെയാ നമ്മൾ പോകുക? ഇതിന്റെ ഉത്തരം, ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യന് ഏത് കർമ്മത്തിലാണോ കൂടുതൽ ആസ്വാദനവും താല്പര്യവും ഉള്ളത് ആ വാതിലിലൂടെ ആയിരിക്കും അവന് പോവുക. ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾക്ക് നിസ്കാരത്തിനോടാണോ നിങ്ങൾക്ക് താല്പര്യം? ചില ആളുകൾ ഉണ്ടാവും നിസ്കാരത്തിൽ വലിയ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. രാവിലെ അവർ എഴുന്നേൽക്കുന്നത് 5:30 ബാങ്ക് എങ്കിൽ രാവിലെ അവർ എഴുന്നേൽക്കുന്നത് 4:45 3/4 മണിക്കൂർ നേരത്തെ അവർ എഴുന്നേൽക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാരും ആമീൻ പറയും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങാടിക്ക് പോകാനുണ്ടെങ്കിലോ ടൂർ പോകാനുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും അനിവാര്യമായ ഘട്ടങ്ങൾ ഉണ്ടെങ്കിലോ നമ്മൾ എഴുന്നേൽക്കുന്നത് പോലെയല്ല. ഇവരെല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് എന്തിനാണ്? തഹജ്ജുദ് നിസ്കരിക്കാനാണ്. ആസ്വാദനത്തിൽ ഏറ്റവും മികച്ചത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. നോമ്പിന് നമ്മൾ എങ്ങനെ ഒരുങ്ങുമെന്നല്ലേ? റമളാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അവസരം കിട്ടുമെന്നത് അവിതർക്കിതമാണ്. കാരണം തഹജ്ജുദ് നിസ്കാരം, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിയുടെ മുമ്പ് നമ്മൾ ചെയ്യുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹു ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന നിസ്കാരമാണ്. നമ്മൾ പലപ്പോഴും പറയും, പടച്ചോനെ ഞാനൊക്കെ അള്ളാഹിനോട് എന്താ ചോദിക്കണത്? അള്ളാഹ് എനിക്ക് ചോദിച്ചതിന് എന്താ ഉത്തരം തരുന്നത്? ഉസ്താദുമാരെ കാണുമ്പോൾ പറയും, ഉസ്താദെ ദുആരക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ദുആ ചെയ്യുവാൻ ഇതിനപ്പുറം വേറെ ഒരു സമയമില്ല. അള്ളാഹുവേ, അതൊരു വല്ലാത്ത സമയമാണ്. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ, എല്ലാവരും ആ ഉറക്കത്തിൽ ലയിച്ചു കിടക്കുമ്പോ, ഇവിടെ ഇതാ നമ്മൾ ഉണർന്ന് റഹ്മാനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സമയം നമുക്ക് വേറെയില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് നമുക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ വേറെ ഒരു സമയത്തും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുകയില്ല. അത് അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകിയ കാര്യമാണ്. മനസ്സിങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വല്ലാത്ത ബേജാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മോളുടെ കല്യാണം ശരിയാകണില്ല, ആരോടാ പറയാ? കുറെ അങ്ങോട്ട് പോയി, കുറെ ഇവിടെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു, ഒരിക്കലും ശരിയാകണില്ല. അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടണം, ഉത്തരം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോ. അതിനായിട്ട് തന്നെ പറഞ്ഞോ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോ. ഭാര്യ നിസ്കരിച്ചോ, ഭർത്താവ് നിസ്കരിച്ചോ, എന്നിട്ട് നിങ്ങൾ ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കാര്യം നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് വലിയ കടമുണ്ട്, ബാധ്യതയുണ്ട്, മനസ്സിന് യാതൊരു സമാധാനവുമില്ല. ഉറങ്ങി ഇങ്ങനെ സമയം കളയുന്നതിന് പകരം ഈ സമയത്ത് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നോക്ക്, എന്നിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്. ഇതിന് ഏറ്റവും വലിയ മാതൃകയാരാന്നറിയോ? സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവുമായി വഹി വരുന്നയാളാണ്, മുനാജാത്ത് നടത്തുന്നയാളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ കൺകുളിർമ, എന്റെ മനസ്സിന്റെ ലഹരി, എന്റെ ഹൃദയത്തിന്റെ ആസ്വാദനം ഞാൻ അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് എന്നാണ് നിസ്കാരം നിർബന്ധമായത്? നമ്മൾ പറയും മിഅ്റാജിന്റെ രാവിലാണ്. 50 വഖത്ത് നിസ്കാരം അറിയാത്ത ആരുമില്ല. പക്ഷെ അല്ല, 50 വഖത്ത് നിസ്കാരത്തിന് മുമ്പ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നബിയേ, രാത്രിയിൽ അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കണേ. നാഫിലതൻ ലക്, അത് അങ്ങേക്ക് കൂടിയ രൂപത്തിൽ അല്ലാഹു തആല നൽകിയ ഒരു സംഗതിയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അത് സുന്നത്താണെങ്കിൽ അങ്ങ് എല്ലാ ദിവസവും രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കേണ്ടയാളാണ്. ആ തഹജ്ജുദ് അങ്ങ് നിസ്കരിക്കണേ. നാളെ ആഖിറത്തിൽ അങ്ങെത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേക്ക് ഉന്നതമായ സ്തുത്യർഹമായ പദവി നൽകും. ആ പദവി നിങ്ങൾക്ക് കിട്ടണോ?
മഖാമും മഹ്മൂദ് നബിയെ നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് മാത്രമല്ല, ഒരഭിപ്രായ പ്രകാരം ഇഖ്റ ബിസ്മി ഇറങ്ങിയതിനു ശേഷം രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയത്, അതല്ലെങ്കിൽ വഹയിന്റെ ആദ്യഘട്ടത്തിൽ അല്ലാഹു റസൂലുള്ളാഹിനോട് നടത്തിയ കൽപ്പന എന്തായിരുന്നു? യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതച്ചു മൂടി ഉറങ്ങുന്ന നബിയേ, മുസമ്മിലായ നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, ഖുമിൽ ലൈല, രാത്രിയിൽ അങ്ങ് എഴുന്നേറ്റ് നിസ്കരിക്കണേ, ഇല്ലാ ഖലീല, കുറഞ്ഞ സമയമൊഴികെ. എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കൂറാണെങ്കിൽ നബിയെ കുറഞ്ഞ സമയമൊഴികെ, അതായത് ഒരു 2 മണിക്കൂർ ഒഴികെ ബാക്കി 8 മണിക്കൂറും അങ്ങ് നിസ്കരിക്കണേ. 8 മണിക്കൂർ കൂടുതലാണോ? അങ്ങനെ ബേജാറുണ്ടെങ്കിൽ 5 മണിക്കൂറെങ്കിലും അതിന്റെ പകുതിയെങ്കിലും അങ്ങ് നിസ്കരിക്കണേ. ഇനി അങ്ങനെ ഒരു പകുതി നിസ്കരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? നിങ്ങൾ ആ പകുതിയിൽ നിന്നൊരൽപ്പം കുറച്ചോളൂ. 5 മണിക്കൂറിന് പകരം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ നിസ്കരിച്ചോളൂ. അതിനേക്കാൾ കൂടുതൽ അങ്ങ് വർദ്ധിപ്പിച്ചോളൂ. പകുതിയല്ല, അതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പകുതിയുടെ കുറവല്ല, അതിനേക്കാൾ കൂടുതൽ. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്ന കാര്യം, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണേ. നമ്മളെയൊന്നും അല്ലാഹു തആല നിർബന്ധമായിട്ട് ഏൽപ്പിക്കാഞ്ഞ നമ്മളുടെ മഹാഭാഗ്യം. നമ്മൾ പറയുന്ന കാര്യം എന്താണ്? അല്ലാഹുവിനോടുള്ള ഇഷ്ടം, ഇബാദത്തിലുള്ള ആസ്വാദനം, അതിലുള്ള സന്തോഷം, അല്ലാഹുവിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരവസരമാണ് രാത്രിയിലുള്ള ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ. എന്തേ റമളാനിന് വേണ്ടി അങ്ങനെ ഒരു ഒരുക്കം നമുക്ക് നടത്തിക്കൂടാ? ഞാനിവിടെ പറയാൻ, നിങ്ങളോടൊക്കെ ഓർമ്മിക്കുകയാണ്, എന്തേ റമളാനിന് വേണ്ടി അങ്ങനെ ഒരു ഒരുക്കം നമുക്ക് നടത്തിക്കൂടാ? ബറാഅത്ത് രാവാണല്ലോ, ഇന്ന് തന്നെയാവട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ പോയി കിടന്നുറങ്ങി നാളെ സുന്നത്ത് നോമ്പ് തോൽക്കാൻ വേണ്ടിയിട്ട് അത്താഴത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യുന്നവരല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതൊരു തുടക്കമാവട്ടെ. നാളെയും അങ്ങനെയാവട്ടെ, അടുത്ത ദിവസം അങ്ങനെയാവട്ടെ. സ്വാഭാവികമായും റമളാനിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയുന്ന കാര്യം എന്താണെന്നറിയോ? നബിയെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ, ഹിയ അശദ്ദു വതുആ, അത് നിങ്ങളുടെ കാൽപ്പാടത്തെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അബൂജഹൽ ശത്രുവായി വരുന്നുണ്ട്, നിങ്ങളെ തകർക്കാൻ ബദർ വരുന്നുണ്ട്, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പ്രതിസന്ധിയെ നേരിട്ട്, കഷ്ടപ്പാടിന് നേരിട്ട് നിങ്ങൾക്ക് ഈ ഐഹിക ലോകത്ത് ഈ ഭൂമിയിൽ ഉറച്ചു നിന്ന് ദഅവത്ത് ചെയ്യണോ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. വഅഖ്വമു ഖീലാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ശക്തിമത്തായ രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളുവാനും അത് നിങ്ങൾക്ക് സ്വീകരിക്കുവാനും കഴിയുന്നത് നിങ്ങൾ ഈ തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ്. നബിയേ, ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, അത് ആസ്വദിച്ച് നിസ്കരിച്ചവരുണ്ടല്ലോ പ്രിയപ്പെട്ടവര്. മഹ്ശറിന്റെ ഏകാന്തതയുടെ വർണ്ണനയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അവിടുന്ന് പറയുകയാണ്, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ മഹ്ശറിൽ വെച്ച് ഉറക്കെ ഒരു വിളിയാളം നടത്തുന്നതാണ്. അയ്നല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, സജദയിലുള്ളതാണ്. കിടപ്പറകളെ തൊട്ട് തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അകന്നു പോയ ആളുകൾ എവിടെ എന്ന് പറഞ്ഞാൽ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ബെഡിൽ നിന്ന് ശരീരം അകന്നു പോയവരെവിടെ? എന്തിനകന്നു പോയ ആളുകൾ? യദ്ഊന റബ്ബഹും, അവർ തങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ വിളിക്കുകയാണ്. ഖൗഫൻ, അല്ലാഹുവേ നിന്റെ ശിക്ഷ എനിക്ക് കിട്ടരുത് പേടിച്ചിട്ട്, വതമഅ, സ്വർഗ്ഗം എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട്. അങ്ങനത്തെ ആളുകൾ എവിടെ? ആദ്യം അവരെയാ വിളിക്കുക. ആദ്യം അവരെ വിളിക്കുമ്പോ ആരൊക്കെയാണോ
നിശയുടെ നിശബ്ദതയിൽ ഞാൻ ഈ പറഞ്ഞ നിസ്കാരം നിർവഹിച്ചത്. നിങ്ങളെല്ലാരും ഒന്ന് ആമീൻ പറയും. പടച്ചോനെ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. എല്ലാരും ആമീൻ പറയും. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞുള്ളത് എന്താണെന്നറിയോ? വഹും ഇല്ലാ ഖലീൽ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാനുണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോ വഅളൊക്കെ കേൾക്കും, ഞാൻ വഅള് പറയും, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിതൊക്കെ ഓർമ്മ? അതൊരു ബലമാണ്, അതൊരു ശക്തിയാണ്. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ, നാളെ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പോകാൻ അല്ലാഹു അവസരം നൽകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാണ് ഈ ആസ്വാദനത്തോടെയുള്ള ഈ രാത്രി നിസ്കാരം എന്ന് പറയുന്നത്. ഞാനൊരു കഥ കൂടെ നിങ്ങളോട് പറയുകയാണ്. മഹാനായ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്,